നമസ്കാരം. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്ന യാത്രാ പരമ്പരയുടെ ഭാഗമായി ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് മട്ടാഞ്ചേരിയിലേക്കാണ്. മട്ടാഞ്ചേരിയുടെയും കൊച്ചിയുടെ മറ്റു വിശേഷങ്ങളിലേക്കും ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ മട്ടാഞ്ചേരിയിൽ ഗുജറാത്ത് റോഡിലൂടെ നടന്നു വന്നപ്പോൾ ഒരു റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ പ്രത്യേകിച്ചൊരു ആരാധനാലയം പോലെ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞത് ഇതിൻ്റെ പേര് കാപ്പിരിത്തറ എന്നാണ്. അപ്പോൾ ആൾക്കാർ വരുന്നു, പുകയില കൊണ്ടുവയ്ക്കുന്നു, ചിലർ ഡ്രിങ്ക്സ് കൊണ്ടുവയ്ക്കുന്നു, ചിലർ ചിക്കനൊക്കെ പൊരിച്ചതൊക്കെ കൊണ്ടുവയ്ക്കുന്നു, എന്നിട്ട് ആരാധിക്കുന്നു എന്നുള്ളതാണ്. ഞാനിവിടെ നിന്നപ്പോൾ തന്നെ കണ്ടു പലരും ഇവിടെ വന്നിട്ട് റെസ്പെക്റ്റിൽ തൊഴുതിട്ടൊക്കെ പോകുന്നത് കണ്ടു. അതാണ് കാപ്പിരിത്തറ. അപ്പോൾ അതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ഡച്ചുകാർ വന്നപ്പോൾ കുറച്ച് സ്ലേവ്സായിട്ട് കറുത്ത വർഗ്ഗക്കാരെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഡച്ചുകാർ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് ഈ കറുത്ത വർഗ്ഗക്കാരെ ഇവിടുത്തെ രാജാവിന് ഗിഫ്റ്റായിട്ട് ജോലിക്കാരായിട്ട് കൊടുത്തിട്ടാണ് അവർ തിരിച്ചു പോകുന്നത്, ഡച്ചുകാർ പോകുന്ന സമയത്ത്. അപ്പോൾ രാജാവിന് ഒരുപാട് സ്വത്തുക്കളുണ്ടല്ലോ, സ്വർണ്ണം ഒക്കെ ഉള്ളത് എവിടെയെങ്കിലുമൊക്കെ കുഴിച്ചൊക്കെ ഇടുമല്ലോ. അത് ഇവിടെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ഈ കറുത്ത വർഗ്ഗക്കാർ മരിക്കുമ്പോൾ അവരെ ഇവിടെ കൊണ്ടുവന്ന് അടക്കിയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവരെ അടക്കുമ്പോൾ ഈ ആൾക്കാർ പേടിച്ച് ആ ഏരിയയിലേക്ക് വരത്തില്ല. അവിടെ രാജാവ് സ്വർണം കൊണ്ടുവന്ന് സൂക്ഷിച്ചിരുന്നു എന്നും ഒരു ഐതിഹ്യമുണ്ട്. ഏതായാലും ഈ കാപ്പിരിത്തറ എന്ന് പറയുന്നത് കൊച്ചിയുടെ പല ഭാഗത്തായിട്ട് കാണാൻ കഴിയും. ഇത്തരം ഒരു ഐതിഹ്യവും അതിൻ്റെ പിന്നിലുണ്ട്. കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലെ ജൂത ടൗണിൻ്റെ ഒരു ഭാഗത്തുള്ള ജൂതന്മാരുടെ ജീവിക്കുന്ന ഒരു അടയാളം കൂടിയാണ് ഈ കെട്ടിടം. ഇതിന് നമുക്ക് പറയാം ഹലേഗുവ ഹൗസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിലാണ് ഈ വീട് അറിയപ്പെടുന്ന. ആദ്യകാലങ്ങളിൽ ജൂതന്മാരുടെ വീടുകളിൽ ഒരു പ്രധാനപ്പെട്ട വീടായിരുന്നു ഇത്. ആ കാലത്ത് ജൂതന്മാരുടെ കല്യാണങ്ങൾക്കും അവരുടെ ചർച്ചിലേക്ക് പോകുന്നതിന് മുമ്പുള്ള കൂടിച്ചേരുന്ന സ്ഥലം കൂടിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഈ സ്ഥലം ഒരു മ്യൂസിയം ആയിട്ട് ഉപയോഗിക്കുന്നു. ഇവിടെ പല എക്സിബിഷനൊക്കെ നടക്കുന്നുണ്ട്, മാറി മാറി എക്സിബിഷൻ നടക്കുന്നു. അത്രയും പ്രധാനപ്പെട്ട ജൂതന്മാരുടെ ആദ്യകാല വീടുകളിൽ ഒന്നാണ് ഈ പുറകിൽ കാണുന്നത്. ഇതെല്ലാം റോസ് വുഡ് കൊണ്ടുണ്ടാക്കിയ തടികളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് മാത്രമല്ല ഈ കെട്ടിടത്തിന് ഇൻസൈഡിന് നല്ല ഉയരമുണ്ട്, ഡബിൾ സൈസ് ഉയരമുണ്ട്. 12,000 അടി ചതുരശ്ര അടിയാണ് ഇതിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്. ആ കാലത്തെ
ജൂത കുടുംബങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ആഢ്യത്വമുള്ള ഒരു വീടായിരുന്നു ഇത്. ഏകദേശം 250 വർഷത്തോളം ഈ ഹാലേഗ്വ കുടുംബത്തിൻ്റെ പരമ്പര ഇവിടെ ജീവിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു. ഹാലേഗ്വ കുടുംബത്തിലെ അവസാന കന്ണിയായിരുന്ന ജൂലിയറ്റും മകളും 2019 ഈ ബിൽഡിങ് അവർ കാഷി എന്ന ഒരു ഗ്രൂപ്പിന് വിറ്റിട്ട് അവർ 2019 ഇസ്രയേലിലേക്ക് കുടിയേറി. അതിനുശേഷം ഇതൊരു ആർട്ട് മ്യൂസിയമായിട്ടാണ് ഉപയോഗിച്ച് വരുന്നത്. ഇവിടെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിനകത്തൊന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ്. കാരണം അന്നത്തെ കിച്ചൺ രീതികളും അവരുടെ ആ ബെഡ്റൂമിൻ്റെ രീതികളും എല്ലാം സാധാരണ കേരളത്തിലെയോ ഇന്ത്യയിലോ ഉള്ള സാഹചര്യത്തിൽ നിന്നും ശരിക്കും വ്യത്യസ്തമാണ്. ശരിക്കും ഇവിടെ വരുമ്പോൾ നമുക്ക് ഈ ഒരു വീട് ഒന്ന് കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. ഏകദേശം 250 വർഷത്തോളം അവർ പാരമ്പര്യമായിട്ട് കുടുംബത്തോടു കൂടി ഇവിടെ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ ജൂത ടൗണിൽ നിന്നും ജൂത സ്ട്രീറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മട്ടാഞ്ചേരി കൊട്ടാരത്തിനും ജൂത പള്ളിക്കും ഇടയിലുള്ള ഇടുങ്ങിയ ഒരു റോഡുണ്ട്. പക്ഷേ ഇടുങ്ങിയ റോഡെന്ന് പറയാൻ പറ്റത്തില്ല, ഇത് അത്രയ്ക്കും മനോഹരമായിട്ട് വെച്ചിരിക്കുകയാണ്. രണ്ട് വശത്തും കടകളും. ഈ റോഡൊക്കെ നോക്കിയാൽ തന്നെ നമ്മൾ ടൈൽ പാകിയിരിക്കുന്ന കണക്കുള്ള അത്രയും മനോഹരമായിട്ട് വെച്ചിരിക്കുന്ന ഈ സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞ് ഇതാണ് ജൂത തെരുവെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാവുന്ന പോലെ കേരളത്തിൻ്റെ വാസ്തുവിദ്യ അല്ല നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ കാണുന്നുണ്ടല്ലോ. ജൂത തെരുവെന്ന് പറഞ്ഞു. ഇവിടെ പ്രത്യേക പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്. പോലീസൊക്കെ പ്രത്യേകം പ്രൊട്ടക്ഷനിൽ നിൽപ്പുമുണ്ട് ഈ സ്ട്രീറ്റിലേക്കുള്ളതുണ്ട്. ഈ ജൂത തെരുവിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ 1560കളിൽ പോർച്ചുഗീസുകാരുടെ പീഡനം സഹിക്കാൻ വയ്യാതെ കൊടുങ്ങല്ലൂരിൽ നിന്നും കൊച്ചി രാജാവിനെ അഭയം പ്രാപിച്ച ഇസ്രയേലിക്കാർ, ജൂതന്മാർ താമസിക്കാൻ രാജാവ് അനുവാദം കൊടുത്ത സ്ഥലമാണ് ഈ ജൂത തെരുവെന്ന് പറയുന്നത്. അതിനുശേഷം റിയലി ഇന്ത്യയുടെയും ലോകത്തിൻ്റെ പല രാജ്യത്തുള്ള ജൂതന്മാരും ഇവിടെ അഭയം തേടി വന്നിരുന്നു. പ്രത്യേകിച്ച് സ്പെയിനിൽ നിന്നും ധാരാളം ജൂതന്മാർ ഇവിടെ വരികയും അവരെല്ലാം ഇവിടെ സെറ്റിലാവുകയും ചെയ്തു. 1948 ഇസ്രയേൽ എന്ന രാജ്യം രൂപം കൊണ്ടപ്പോൾ ഇവിടെയുള്ള ഭൂരിഭാഗം ജൂതന്മാരും തിരിച്ച് ഇസ്രയേലിലേക്ക് പോയി എന്നാണ് ചരിത്രം പറയുന്നത്. എന്നിരുന്നാലും വളരെയധികം ആൾക്കാർ ഇവിടെ സ്ഥിരമായി താമസിക്കുകയും ഗ്രാജുവലി കൂടുതൽ ആൾക്കാർ തിരിച്ച് ഇസ്രയേലിലേക്ക് പോവുകയും ഇപ്പോഴും കുറച്ച് കുടുംബങ്ങൾ ഈ ജൂത തെരുവിൽ താമസിക്കുന്നു. അവരുടെ ഒരു സിനഗോഗ് പള്ളിയും ഇതിൻ്റെ ബാക്കിലായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഈ ജൂത തെരുവിൽ വന്നപ്പോൾ ഒരുപക്ഷെ നമ്മൾ പല ന്യൂസുകളിലും കണ്ടു കാണും. സാറാ കോഹിൻസ് എന്ന് പറഞ്ഞ് ഇവർ ജ്യൂസാണ്. ഇവിടെ ജനിച്ച് ഇവിടെ തന്നെ മരിച്ച ഒരു വ്യക്തിത്വമാണ്. അവരുടെ ജീവിതം എന്ന് പറയുന്നത് അവർ മരിച്ചതിന് ശേഷം ഈ സ്ഥലം താങ്കളുടെ എപ്പോഴും ആ ലെഗസി കീപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അത് കൊടുത്തിട്ടാണ് അവർ പോയതല്ലേ. അപ്പോൾ എന്തായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത്? ആൻറ്റിയുടെ തൊപ്പിയും എംബ്രോയിഡറിയും കാര്യങ്ങളൊക്കെ. എംബ്രോയിഡറിയാണ് പ്രധാനമായിട്ട് അതെ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ചെറുപ്പം മുതൽ അത് തന്നെയായിരുന്നു. വെഡിങ്ങിനുള്ള ഇതൊക്കെ ലാസ്റ്റ് വെഡിങ് നടന്നത് 1978 ആ വെഡിങ് ഡ്രസ് ചെയ്തതും സാറാൻ്റെയാണ്. 1978 ചെയ്തു. അതെ, അതിനുശേഷം 40 വർഷം ശേഷം ഇപ്പം എൻ്റെ വാപ്പ് ഇവിടെ സിനഗോഗിൻ്റെ മ്യൂസിയത്തിലേക്ക് ഒരു പുതുതായി ഡ്രസ്സ് ചെയ്തേക്കുന്നത്. ചെയ്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെ പാരമ്പര്യം കണ്ടിന്യൂ ചെയ്യാൻ ഏൽപ്പിച്ചതാണ് അല്ലേ? അത് സ്വന്തം മോനെ പോലെ സൂക്ഷിച്ചതാണ്. അത് തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കയറി കാണാമല്ലോ. ഓക്കെ. ആ കാലഘട്ടത്തിലാണ്
ഈ ആൻറ്റി തുടങ്ങിയ ഷോപ്പ് ചെറിയൊരു ഷോപ്പാണ്. ഓക്കെ. അത്രയും കച്ചവടം അങ്ങനെ കുറവാണ്. ആൻറ്റി കൈ കൊണ്ട് തുന്നുന്ന വെഡിങ് ഒരുപാട് ദിവസം എടുക്കുമല്ലോ. അത് മാത്രമല്ല ഇപ്പൊ ഇങ്ങനത്തെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ഷാഡോ ഇപ്പൊ ജൂതന്മാരുടെ തൊപ്പിയാണ്. ജൂതന്മാരുടെ തൊപ്പിയാണ്. ശരിയാ. ഇതൊക്കെ പണ്ട് ആൻറ്റി കൈ കൊണ്ട് എന്നാണ്. ഇത് അവരുടെ ഇങ്ങനെയല്ലേ വയ്ക്കുന്നത്, ബാക്കിലാണ് വയ്ക്കുന്നത്. ആ തൊപ്പിയൊക്കെയാണ്. ഓക്കെ. ഇത് അവരുടെ വീടും. ഓക്കെ. ഈ ചെയറിൽ തൊപ്പിയും കാര്യങ്ങളൊക്കെ തുന്നുന്നത് ഇവിടെ ഇരുന്നാണ് തുന്നിക്കൊണ്ട്. ഇതിലൂടെ ആൾക്കാർ പോകുമ്പോ ഒരുപാട് പേരോട് സംസാരിക്കും, ഹായ് പറയും, എല്ലാരെയും വെൽക്കം ചെയ്യും. ഭയങ്കരമായിട്ട് സംസാരിക്കുന്നതാണ് പുള്ളിക്കാരി. നല്ലൊരു അടിപൊളിയാണ്. പിന്നെ ഇതെല്ലാം ആന്റി യൂസ് ചെയ്ത ആന്റിയുടെ കത്തുബ എന്ന് പറയും. അത് മാരേജ് സർട്ടിഫിക്കറ്റ്, അതിന്റെ ഉള്ളിലാണ് മാരേജ് സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നത്. ആന്റിന്റെ വെഡിങ് ആണ്. ഇത് 25ാം വാർഷികം, ഇത് 50ാം വാർഷികം. ഈ ത്രെഡ് ഒരു ആന്റി ഉപയോഗിച്ച സാധനങ്ങൾ ഇതെല്ലാം. പിന്നെ ഇത് തൊപ്പിയുണ്ട്, ആന്റി തലയിൽ വെച്ച കിപ്പ എന്ന് പറയും. ആന്റിന്റെ മോർണിംഗ് പ്രയർ ആണ്. മോർണിംഗ് പ്രയർ. പിന്നെ പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ഇപ്പൊ എന്റെ വാപ്പ ഇപ്പൊ ഒരു മ്യൂസിയം പോലെ ആന്റിന്റെ ഓർമ്മയ്ക്കായിട്ട്. ആന്റിന്റെ ബെഡ് ഇവിടെ താമസിച്ചിരുന്നത്. ഇവിടെ തന്നെ താമസിക്കുക. ആന്റി 2006 വരെ അപ്സ്റ്റേഴ്സിലാണ്, മുകളിലാണ് ബ്രദറിന്റെ ഒപ്പം. ബ്രദർ സ്റ്റെപ്പിന് വീണ് മരണപ്പെട്ട ശേഷം ആന്റി ഒറ്റക്കാണ്. എന്റെ വാപ്പ പറഞ്ഞ് ഇവിടെ കിടന്നാൽ മതി. പിന്നീടുള്ള ലൈഫ് ആന്റി ഇവിടെ 2019 ആന്റി മരിക്കുന്നത്. ആന്റി ബെഡിന് വീണിട്ട് ഹിപ്പ് ഇങ്ങനെ ഫ്രാക്ചർ ആയി കിടപ്പിലാണ്. അങ്ങനെയായിരുന്നു ഇവിടെ അല്ലേ. ആന്റിന്റെ ചെയർ, ആന്റിന്റെ വിളക്കാത് ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും 6 മണിക്ക് വിളക്ക് കത്തിക്കും ഷെബാദിന് വേണ്ടി. ഞങ്ങൾ ഇപ്പോഴും കത്തിക്കുന്നുണ്ട് ആന്റിന്റെ ഓർമ്മക്കായിട്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഒരാളിവിടെ ജനിച്ചു വളർന്നു ഇവിടെ മരിച്ചു എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ അവരെ ഇസ്രയേലീസ് എന്ന് പറയാൻ പാടില്ല എന്നുള്ളതാണ്. അവരെ തികച്ചും ഇന്ത്യക്കാർ തന്നെയാണ്. അങ്ങനെയാണ്. ഇവിടെ ജനിച്ചു, അവരിവിടെ തന്നെ ജീവിച്ചു, ഇവിടെ തന്നെ ജോലി ചെയ്തു, ഇവിടെ തന്നെ മരിച്ചു എന്ന് പറയുമ്പോൾ അവരെ നമ്മൾ ജൂതന്മാരെന്ന് പറയുന്നതിൽ എന്തർത്ഥം ഇരിക്കുന്നു? തെരുവിലൂടെ നടന്നു വന്നു കഴിഞ്ഞാൽ ഒരറ്റം എത്തുമ്പോഴാണ് അവരുടെ സിനഗോഗ് കാണാൻ കഴിയുന്നത്. ഈ സിനഗോഗ് എന്ന് പറയുന്ന അവരുടെ ആരാധനാലയം ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ സിനഗോഗുകളിൽ ഒന്നാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്ലോക്ക് ടവർ കാണാൻ കഴിയുന്നുണ്ട്. ഈ ക്ലോക്ക് ടവർ അതിനുശേഷം ഇതൊക്കെ ചെയ്തതിന് ശേഷം ചേർത്തതാണ്. അതിപ്പോഴും വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് എവരി ഹാഫ് ആൻ അവറിൽ അത് ഇറങ്ങുകയും 1 അവറിലും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു ക്ലോക്ക് ടവറുണ്ട്. അതിപ്പോഴും വർക്ക് ചെയ്യുന്നു. മാത്രവുമല്ല, ഈ ജൂതത്തെരുവിലെ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഏക സിനഗോഗാണ് നമ്മുടെ പുറകിൽ കാണുന്നത്.
നമ്മൾ ഇത്രയും നേരം കണ്ടത് മട്ടാഞ്ചേരിയുടെയും ജൂതത്തെരുവിൻ്റെയും വിശേഷങ്ങളായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായി തോന്നി ഈ ജൂതത്തെരുവ്. ഒരു പക്ഷേ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഡച്ചുകാർ ഇവിടെ വന്നിട്ട് നടത്തിയിട്ടുള്ള വികസന പരിപാടികളെ കുറിച്ചിട്ടാണ്. നമ്മളെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്ന ബ്രിട്ടീഷുകാരാണ് ഇവിടെ വന്ന് പലതും ചെയ്തതെന്നാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഡച്ചുകാരുടെ കോൺട്രിബ്യൂഷനും പോർച്ചുഗീസുകാരും ഡച്ചുകാരും ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻ നമുക്ക് കാണാൻ കഴിയും. ഒരു പക്ഷേ പോർച്ചുഗീസുകാർ വന്നപ്പോൾ ചെയ്ത കുറേ കാര്യങ്ങൾ ഡച്ചുകാർ വന്നത് ഡിമോളിഷ് ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു കാര്യം മനസ്സിലായത്. എന്നിരുന്നാലും ഡച്ചുകാർ ചെയ്തിട്ടുള്ള ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. സാധാരണ എറണാകുളം വിസിറ്റ് ചെയ്യുന്ന പലരും, കൊച്ചി വിസിറ്റ് ചെയ്യുന്ന പലരും ഈ സ്ഥലങ്ങളിലൊന്നും വരാറില്ലെന്നാണ് തോന്നുന്നത്. എനിക്കറിയില്ല. എന്നിരുന്നാലും പറയുകയാണ്, നമ്മൾ ഇവിടെ വരുമ്പോൾ ഈ ജൂതത്തെരുവും ഇവിടെയെല്ലാം വന്നൊന്ന് കറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു വ്യത്യസ്തമായ അനുഭവം ഉണ്ടാകും.